ഇന്ത്യൻ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള കുറച്ച് ഫാക്ട്സ് നോക്കാം. ഭാരതത്തിലെ ആധുനിക വിദ്യാഭ്യാസത്തിന് പുതിയ ദിശാബോധം നൽകിയ 1813 ആക്ട് ഏതാണ്? ചാർട്ടർ ആക്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ആധുനിക ഇന്ത്യൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ആരാണ്? വില്യം ബെൻറ്റിക് പ്രഭു. തേർഡ് ക്വസ്റ്റ്യൻ, 1835 മെക്കാലേസ് മിനിറ്റ് തയ്യാറാക്കപ്പെട്ടത് ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ്? വില്യം ബെൻറ്റിക് പ്രഭുവിൻ്റെ കാലത്ത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, മുകൾ തട്ടിൽ കൊടുക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ ഗുണഫലങ്ങൾ താഴെ തട്ടിലേക്ക് ക്രമാനുഗതമായി എത്തിക്കൊള്ളും എന്ന ഡൗൺ ഫിൽട്രേഷൻ തിയറിയുടെ ഉപജ്ഞാതാവ് തോമസ് ബാബിങ്ടൺ മെക്കാലെയാണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ചാൾസ് വുഡ് പ്രശസ്തമായ വുഡ്സ് ഡെസ്പാച്ച് തയ്യാറാക്കിയത് ഏത് ഭരണാധികാരിയുടെ കാലത്താണ്? ഡൽഹൌസി പ്രഭു. സിക്സ്ത് ക്വസ്റ്റ്യൻ, റിപ്പൺ പ്രഭുവിൻ്റെ കാലത്ത് 1882 ആധുനിക ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷൻ നിലവിൽ വന്നത്. ഏതാണ് ഈ കമ്മീഷൻ? ഹണ്ടർ കമ്മീഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല 1857 എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? കൊൽക്കത്തയിൽ. 1879 ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കോളേജ് സ്ഥാപിതമായത്. കോളേജിൻ്റെ പേര് ബെതുൻ കോളേജ്. നയൻത് ക്വസ്റ്റ്യൻ, 1917 നിലവിൽ വന്ന കൊൽക്കത്ത യൂണിവേഴ്സിറ്റി കമ്മീഷൻ ഏത് പേരിലാണ് പ്രധാനമായും അറിയപ്പെടുന്നത്? സാഡ്ലർ കമ്മീഷൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ. 11th ക്വസ്റ്റ്യൻ, 1948 നിലവിൽ വന്ന യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. 12th ക്വസ്റ്റ്യൻ, UGC സ്ഥാപിക്കുക, ഗവേഷണ ഫെലോഷിപ്പ് ഏർപ്പെടുത്തുക എന്നീ ശുപാർശകൾ മുന്നോട്ട് വെച്ച കമ്മീഷൻ ഏതായിരുന്നു? രാധാകൃഷ്ണൻ കമ്മീഷൻ. യൂണിവേഴ്സിറ്റി ഗ്രാൻറ് കമ്മീഷൻ രൂപീകൃതമായത് എന്നാണ്? 1953. 14th ക്വസ്റ്റ്യൻ, സെക്കൻഡറി രംഗത്തെ പ്രശ്നങ്ങൾ പഠിക്കാൻ 1982 നിയോഗിക്കപ്പെട്ട സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ എ ലക്ഷ്മണ മുതലിയാർ. ആരായിരുന്നു യൂണിവേഴ്സിറ്റി ഗ്രാൻറ് കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ? ഡോക്ടർ ശാന്തി സ്വരൂപ് ഭട്നഗർ. ഈ UGC ചെയർമാൻ പദവി അലങ്കരിച്ച ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. UGC ചെയർമാൻ പദവി അലങ്കരിച്ച ഏക. 17th ക്വസ്റ്റ്യൻ, ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ അധ്യാപക ദിനമായി ആചരിക്കുന്നത്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. എന്നാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? നവംബർ 11. ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇനി ഏത് വർഷം മുതലാണ് സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത്? 1962 മുതൽ. നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് NCERT നിലവിൽ വന്നത് എന്നാണ്? 1961. 1987-88 കാലഘട്ടത്തിൽ പ്രൈമറി വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാമുഖ്യം നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. ഇന്ത്യയിലെ ആദ്യത്തെ ആദിവാസി സർവകലാശാല മധ്യപ്രദേശിലെ അമർഖണ്ഡക്കിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ആരുടെ പേരാണ് യൂണിവേഴ്സിറ്റിക്ക് നൽകിയിരിക്കുന്നത്? അമർഖണ്ഡക്കിൽ സ്ഥാപിച്ചിരിക്കുന്ന ആദ്യ ആദിവാസി സർവകലാശാലയ്ക്ക് ഇന്ദിരാഗാന്ധിയുടെ പേരാണ് നൽകിയിരിക്കുന്നത്. അമർഖണ്ഡക്കിലാണ്, മധ്യപ്രദേശ്. 2002 ഏത് ഭരണഘടനാ ഭേദഗതി നിയമപ്രകാരമാണ് വിദ്യാഭ്യാസത്തെ ഒരു മൗലിക അവകാശമാക്കി മാറ്റിയത്? 86ാം ഭരണഘടനാ ഭേദഗതി. 2004 സെപ്റ്റംബർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 2004 സെപ്റ്റംബർ 20 വിദ്യാഭ്യാസ പുരോഗതിക്കായി ഇന്ത്യ വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹമാണ് എഡ്യൂസാറ്റ്.